എന്താ നിന്റെ പേര്? കൃഷ്ണനുണ്ണി. നീ ഡ്രൈവറല്ലേ? ആ. പിന്നെന്തിനാ കല്യാണത്തിന് പോണത് പോലെ വന്നിരിക്കുന്നേ? കുറച്ച് നിറം കുറഞ്ഞതൊക്കെ ഇട്ടുകൊണ്ട് വന്നാ മതി കേട്ടാ. പ്രായമായ പെങ്കൊച്ചുള്ള വീടായത്. ഓ, ഇതേ സാറിന്റെ ഹൃദയമാ, ഹൃദയം. ആയ കാലത്ത് കൂടെ കൂട്ടിയതാ. താക്കോല് രണ്ട് കൈ നീട്ടടാ. അപ്പോ ഞങ്ങൾ വന്ന കാര്യം പറയാം. അടുത്തതിന്റെ പിന്നത്തെ ഞായറാഴ്ച മോഹൻ ഒരു സ്വീകരണം രാമവർമ്മ ക്ലബ്ബിൽ വെച്ച് തരാനായിട്ട് യോഗം തീരുമാനിച്ചിരിക്കുക. അത് വേണോ? അത് വേണം. 30 കൊല്ലത്തിന് ശേഷം ഗംഭീര തിരിച്ചു വരവല്ലേ. പിന്നെ സിനിമയും തകർത്ത് കളിക്കാണല്ലോ. ഒരു സെക്കൻഡേ. ഓ, ആ രവിട്ട. എടോ, താൻ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. എന്താ രവിട്ട ശബ്ദമല്ലായിരിക്കുന്നത്? ആ, ഇത്തിരി കുഴപ്പമുണ്ടോ. നമ്മുടെ സിനിമ നാളെയും കൂടെ തിയേറ്ററിൽ കളിക്കൂ. മറ്റന്നാൾ ക്രിസ്മസ് പടങ്ങൾ വരുമ്പോൾ കളിക്കാൻ തിയേറ്ററില്ല അത്രേ. എല്ലാ സെൻറ്റേഴ്സിലും അത്യാവശ്യം കളക്ഷൻ ഉണ്ട്. ഫാമിലി ഓഡിയൻസ് നന്നായി കയറി വരുന്നുണ്ടായിരുന്നു. രവിയേട്ടൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടൊന്നും സംസാരിച്ചില്ലേ? അവരിതൊരു ചെറിയ ഫില്ലർ പടമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രേ. അതുകൊണ്ട് 2 ആഴ്ചയ്ക്ക് തിയേറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും നല്ല കളക്ഷൻ ഉണ്ടല്ലോ രവിയേട്ട. സങ്കടമായിട്ട് വയ്യടോ. ഞാൻ പിന്നെ വിളിക്കാം. പറ്റിയാൽ നമുക്ക് നാളെ വൈകിട്ട് കാണാം. അടുത്ത ഞായറാഴ്ച നമ്മൾ പല തിയേറ്ററുകളിലായിട്ട് 1200 ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ കാണാത്ത അംഗങ്ങള് താല്പര്യമുള്ളവർ കണ്ടോട്ടെ. മോഹൻ എന്താ വല്ലാതിരിക്കുന്നത്? ടിക്കറ്റ് എല്ലാം ഞങ്ങൾ പേ ചെയ്തെടുത്തോളാം. എന്തെങ്കിലും ചെയ്തിട്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ തീരുന്നവരെങ്കിലും തിയേറ്ററിലൊന്നും പിടിച്ചു നിർത്താൻ പറ്റൂ രവിയേട്ട. എടാ, ഞാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഓ, അതല്ല, തിയേറ്റേഴ്സ് എല്ലാം ഓവർ ബുക്ക്ഡ് ആണ്. അതങ്ങനെയാ. ഒരു വർഷം 160-ൽ പരം സിനിമകളല്ലേ ഇറങ്ങുന്നത്. കണ്ടവരും വിളിച്ചവരും ഒക്കെ പറഞ്ഞു എന്നെ ഒരുപാടങ്ങ് മോഹിപ്പിച്ചു. അവാർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നോക്കും, ഈ സിനിമയും തന്നെയും അംഗീകാരങ്ങൾ തേടി വരും. അങ്ങനെ ടി വിയിലൂടെ ആണെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ആവും. ഹലോ, എന്താണ് കണ്ണു കണ്ടൂടെ? എന്താ എന്നെ മനസ്സിലായില്ലേ? ഹംസ രണ്ടത്താണി. മനസ്സിലായില്ല. 10-35 കൊല്ലം ചുമ്മാ ഒന്ന് പുറകോട്ട് പോയേ. തന്റെ വിളയാട്ടുകാലം മദിരാശിയില് നമ്മുടെ അനിയച്ചാര് ചെയ്യണ കണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു പൂതി തോന്നി. അങ്ങനെ ആലപ്പി ഷെറീഫിന്റെ നല്ല 1-ാം തരം കഥയും കൊണ്ട് തന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടോ? എന്തൊരു ചാടയായിരുന്നു. തമിഴ്, ഹിന്ദി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? ഞാനേ കഴിഞ്ഞ ദിവസം കാറേ പോകുമ്പോ പോസ്റ്ററിൽ തന്റെ തല എന്താണെന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞ് പടം കാണാൻ പോയി. എന്നാ കുണാപ്പ് പടമാണോ! പൊലിഞ്ഞ കഥയും നാടകക്കാരൻ തോറ്റുപോണ അഭിനയവും തനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, സിനിമ മാറിപ്പോയെന്നും താൻ അറിഞ്ഞില്ലേ? തന്റെയൊക്കെ കാലം കഴിഞ്ഞിടോ. വേണ്ട വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. ഒരു പരിചയമില്ലാത്തവർ നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താ സാറേ? വഴിയെ പോകുന്ന വേസ്റ്റൊക്കെ എടുത്ത് തോളത്ത് വെക്കാൻ മനസ്സിലാവുന്ന നമ്മളങ്ങ് വിചാരിച്ചാൽ പോരെ? നീ കേട്ടോ അയാൾ പറഞ്ഞു? ആരെന്ത് പറഞ്ഞാലും സാറിൻ്റെ ഒരു ക്യാരക്ടർ കളയാൻ പാടുണ്ടോ? സാർ ഉഗ്രൻ നടനല്ലേ? ഉഗ്രൻ നടൻ? ഇത്ര യോഗമില്ലാത്തൊരു നടനുണ്ടോടാ? സാറിനെ പോലെ ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്ത് പറയും? ആകാശത്തോളം സ്വപ്നങ്ങൾ ഇതാ ഇപ്പോഴും ദൂരെ ഒരു 0 വോൾട്ട് ബൾബ് പോലെ കത്തിക്കുക നമ്മുടെയൊക്കെ ലൈഫിൽ. നീ വലിയ വർത്താനൊന്നും പറയണ്ട. ഇത്രയും ദിവസമായിട്ടും നീ എൻ്റെ സിനിമ ഉണ്ട്. അല്ല, അത് പിന്നെ ഇല്ല ഇല്ല. ഞാൻ കണ്ടോളാം സാറേ. എന്നാ നേരെ തിയേറ്ററിലേക്ക് വിട്ടോ. ഇപ്പോഴോ? ഇപ്പം തന്നെ എൻ്റെ സിനിമയുടെ അവസാനത്തെ ഷോ ആടാ ഇന്ന്.